ഡാരിലീസ അവീല ഷെവേലിയർ ഗസയിലെ ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ കൊളംബിയ സർവകലാശാലയിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാൾ. ട്രംപ് ഭരണകൂടത്തിന്റെ വേട്ടയാടലുകൾ നേരിട്ടവരിൽ ഒരാൾ എന്നുകൂടി അർത്ഥമുണ്ട് ആ പേരിന്. അത്രമാത്രം വലിയ നിയമ നടപടികളായിരുന്നു ഫലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ അമേരിക്കൻ സർക്കാർ സ്വീകരിച്ചിരുന്നത്. പ്രതിഷേധിച്ചതിന്റെ പേരിൽ അനധികൃത അറസ്റ്റും നാടുകടത്തൽ ഭീഷണിയുമെല്ലാം ഈ വിദ്യാർത്ഥികൾ നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അതിൽ നിന്നൊരാൾ US കോൺഗ്രസിലേക്ക് നടന്നെടുക്കുകയാണ്. അതിന്റെ ആദ്യ പടിയെന്നോണം ന്യൂയോർക്കിലെ ഒരു കോൺഗ്രസ് സീറ്റിലേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ ഡാരിലീസ വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ നവംബറിൽ ഡാരിലീസ പ്രചാരണം ആരംഭിക്കുമ്പോൾ ആക്ടിവിസ്റ്റ് സർക്കിളുകൾക്കപ്പുറത്തേക്ക് ആർക്കും അറിയുന്നൊരു മുഖമായിരുന്നില്ല അവരുടേത്. പക്ഷേ അവർ തന്റെ രാഷ്ട്രീയ പ്രചാരണവുമായി മുന്നോട്ട് പോയി. കുടിയേറ്റ കുടുംബങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഫലസ്തീനിലെ വംശഹത്യക്കെതിരെ ശബ്ദിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്കായിരുന്നു ഡാരിലീസ സ്വയം പരിചയപ്പെടുത്തിയത്. അപ്പോഴും ഡാരിലീസയുടെ വിജയം ആരും പ്രവചിച്ചിരുന്നില്ല. എന്നാൽ ഫലം വന്നപ്പോൾ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മുതിർന്ന കോൺഗ്രസ് അംഗം അഡ്രിയാനോ എസ്പൈലറ്റിനെ പരാജയപ്പെടുത്തി ഡാരിലീസ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് നടത്തിയത്. ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനിയുടെ പിന്തുണയും അവർക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണ മത്സരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഡാരിലീസയുടെ വിജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തേക്കാൾ വലിയ രാഷ്ട്രീയ മാനമുള്ള ഒന്നാണെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇസ്രായേലിനുള്ള നിരുപാധിക പിന്തുണയ്ക്ക് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഇടിവിന്റെ സൂചനയാണിതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്, പ്രത്യേകിച്ചും പുരോഗമന വോട്ടർമാർക്കിടയിൽ.